എൻ്റെ പ്രിയ കൂട്ടുകാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരു ഉച്ച നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഭക്ഷണം കഴിക്കാറായില്ല ആർക്കും അല്ലേ? 11:30 ആയതേ ഉള്ളൂ അല്ലേ? ഇന്ന് ഇവിടെ വെച്ചത് ചക്ക കേട്ടോ. ചക്ക കുഴച്ച് വെച്ച്. മുകളിലത്തെ വീട്ടിൽ നിന്ന് ചക്ക തന്നായിരുന്നേ. അങ്ങനെ അതിനെ കുഴച്ച് വെച്ച്. ഞാനിതിനകത്തെ കുറച്ചേ ഉള്ളായിരുന്നു ചക്ക, ഒത്തിരി ഉണ്ടായിരുന്നുള്ളേ. ഞാൻ അപ്പോൾ അതിൽ ചക്ക നല്ല വിളഞ്ഞ് ചുമന്ന ചക്കയായിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ മൂട്ടിലിരുന്ന കുറച്ച് മടലും കൂടെ ചെത്തിയെടുത്ത് അരിഞ്ഞിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 5-6 ചക്കക്കുരുവും കൂടെ തോടിളക്കി അതും കൂടെ ഇട്ടാണ് കുഴച്ച് വെച്ചത്. ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ചേർത്തെന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മുടെ മലയാളികൾക്കൊക്കെ സാധാരണ അറിയാം. ഇതിൽ തേങ്ങയും ജീരകവും വെളുത്തുള്ളി പച്ചമുളകും ചതച്ച് കറിവേപ്പിലയും ചേർത്ത്, കടുവൊന്നും വറുത്തില്ല. ഇത് നമ്മളിപ്പോൾ മീൻ കറിയുടെ കൂടെയൊക്കെ കുഴച്ച് കഴിക്കുമ്പോൾ അതിനൊരു കടു വറുക്കേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെ അത്. പിന്നെ ഇത് മീൻകറി ഇത് പുളി വെച്ചതാണ്. ഇത് പുളി വെച്ചതാണ്. ചാള, നമ്മുടെ ചെറിയ ചാളയുണ്ടല്ലോ, പക്ഷേ നല്ല നെയ്ച്ചാളയാണേ. പുളി വെച്ചതാണ്. വെള്ളം കുറച്ച് തണ്ട. ഇതിനകത്ത് അറിയാമല്ലോ, സാധാരണ ഇപ്പം വയ്ക്കുന്ന നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി ചേർത്തിട്ടാണ് വെച്ചത്. പിന്നെ ഇതിപ്പോൾ ഞാൻ വെച്ചെന്ന് പറഞ്ഞാൽ, പിന്നെ ഇതും ചാള തന്നെ കേട്ടോ. ഇത് ഇച്ചിരി കട്ടിക്കാണ് വെച്ചത്. ഇത് തേങ്ങ അരച്ചാണ് ഞാൻ വെച്ചത്. തേങ്ങ അരച്ച് വെച്ചതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി, നല്ല ചൂടാക്കിയിട്ട് ഞാൻ ഒരു ശകലം കടു, നമ്മുടെ ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ ജീരകവും കടുവും ഉലുവയും കൂടെ വേറെ ഒരു ചട്ടിക്കകത്തിട്ട് എണ്ണ ചേർക്കാതെ വറുത്ത് ഈ മുളക് പൊടി, മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചൂടാക്കിയതിൻ്റെ കൂട്ടത്തിൽ മിക്സിയിലിട്ടിട്ട് തേങ്ങയും കൂടി ഇട്ട് നല്ല അരച്ച് ചേർത്ത്, നല്ല മഷി പോലെ നല്ല അരച്ച് ചേർത്ത്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അരച്ച് ചേർത്തിട്ട് പിന്നെ കടു പൊട്ടിച്ച് അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ഇട്ട് നല്ല വഴറ്റിയിട്ട്, പിന്നെ പുളി പിഴിഞ്ഞൊഴിക്കുന്ന പുളിയല്ലേ, നമ്മുടെ മറ്റേ തോടൻ പുളി ഉണ്ടല്ലോ, പിളം പുളി, അതിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടായതിന് ശേഷമാണ് ഈ സവാളയൊക്കെ ഒന്ന് ഇതാവൂലേ, നല്ല മയത്തിന് വന്നതിന് ശേഷമാണ് ഞാൻ ഈ അരപ്പ് അതിനകത്തോട്ട് ഒഴിച്ചത്. അരപ്പൊഴിച്ചിട്ട് നല്ല കുറുകുറാന്നാക്കി ഇച്ചിരി വെള്ളത്തിൽ വെച്ച് നിന്നിട്ട് തിളച്ചതിന് ശേഷം മീനിട്ട് കറിവേപ്പിലയിട്ട് പച്ചമുളക് ഇട്ട് തക്കാളി അരിഞ്ഞിട്ടായിരുന്നു. തക്കാളി നേരത്തെ അരിഞ്ഞ് നല്ല സവാളയൊക്കെ വഴറ്റിയില്ലേ, നമ്മുടെ കൊച്ചുള്ളിയും ചുവന്നുള്ളിയും വഴറ്റിയില്ലേ, ആ കൂട്ടത്തിൽ ഞാൻ തക്കാളി ഇട്ടായിരുന്നു. അപ്പോഴിച്ചിരി നല്ലൊരു കൊഴുപ്പ് വരും, ഉടഞ്ഞ് നല്ല ഇത് വരും. എന്നിട്ട് ഇത് കറി തിളച്ചതിന് ശേഷം മീനിട്ട് പാകത്തിന് വറ്റിച്ച് വെച്ചിരിക്കുവാണ്, ഉപ്പൊക്കെ ഇട്ട്. ഇത് തേങ്ങ അരച്ചുകൊണ്ട് അമ്മയൊന്നും കൂട്ടത്തില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വെച്ചതാണ്. അവർക്ക് തേങ്ങ അരച്ച് വേണ്ടാന്ന് പറഞ്ഞു. ഇത് പുളി വെച്ചതാണ്. ചക്കി ചോറ് ചരുവത്തിലിരിക്കുന്നു. അപ്പോൾ പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റാ. ഞാൻ കുക്കറിലാണ് വെച്ചത് കേട്ടോ ചക്ക. പെട്ടെന്ന് ഒരു 3 വിസിലിന് വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടി. അല്ലെങ്കിൽ പിന്നെ കുറേ നേരം നമ്മൾ ഇത് വെച്ചിരിക്കണം. പെട്ടെന്ന് വേവും, എളുപ്പത്തിന് വേവും. എന്നാലും സമയം പോയില്ലേ, അമ്മയ്ക്കിപ്പോൾ കഴിക്കണം. ടാറ്റാ.